Welcome to the part B of our presentation, that is a brief look into the term tourism. If you had not clicked or if you had not seen part A, you will have only a little trouble to study, to understand the term tourism. Those who have seen part A can get an idea about the term tourism. In the previous video, we have studied about what is tourism, its definitions and meanings. Okay, let us go through our next segment. Okay, നമ്മൾ ടൂറിസത്തിന്റെ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞു. പക്ഷെ ആ ടൂറിസത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു തോട്ടോ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഡെഫിനിഷനിൽ പറയുന്നത് ടൂറിസം is an activity for person traveling to and staying in a place for not more than one consecutive year for the purpose of leisure, business or other purpose എന്നാണ് പറഞ്ഞത്. മാക്സിമം 1 year ആണ്, മിനിമം എത്രയായി അറിയില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡൗട്ട് വരുന്ന കാര്യങ്ങളാണ്, എന്താണ് ടൂറിസം, ചില കാര്യങ്ങൾ ടൂറിസം ആണോ, ചില കാര്യങ്ങൾ ടൂറിസം അല്ലേ. സോ in the following slide, as you can see, I have written that to be a tourist you need to satisfy, or to call a person tourist he need to do 3 basic things. Number 1, he or she should travel and stay at a place with a minimum period of 24 hours and a maximum 1 year. Second point, there must not be any income generation or money transaction done while you stay in a place. 3, the purpose can be leisure, business, meetings, medical service and education. ഒരാളെ ടൂറിസ്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നമ്പർ 1 ഫസ്റ്റ് പോയിന്റ് വേണ്ടത്, നിങ്ങളെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ, യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ബസ്സിലോ കാറിലോ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ മീൻസ് വെച്ചിട്ട് ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് ആ സ്ഥലത്ത് നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ ആ സ്ഥലത്ത് നിങ്ങൾ സ്റ്റേ ചെയ്തിരിക്കണം. സ്റ്റേ ചെയ്യുമ്പോൾ നിങ്ങളെ ഹോട്ടലിലോ ഹോം സ്റ്റേയിലോ ലോഡ്ജിലോ നിങ്ങൾ ഒരു ദിവസം നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ 1 കൊല്ലം വരെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ടൂറിസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, നിങ്ങളവിടെ ഇതേപോലെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു മണി ട്രാൻസാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു കട ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ്, ഒരു ക്യാഷ് ആയിട്ട് കണക്ഷൻ ഉള്ള ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ടൂറിസം അല്ല. നിങ്ങൾ കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് മുംബൈയിലേക്ക് വന്നിട്ട് മുംബൈയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ബിസിനസ് ഡീൽസോ അല്ലെങ്കിൽ ഒരു ക്യാഷ് ഡീൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ 1 കൊല്ലമോ 1 ദിവസമോ കാര്യമില്ല, നിങ്ങൾ ടൂറിസ്റ്റ് ആവില്ല. ടൂറിസ്റ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് പോയിരിക്കണം, ആ സ്ഥലത്ത് മിനിമം 24 മണിക്കൂറെങ്കിലും നിന്നിരിക്കണം. ഇല്ലാത്തവരെ നിന്നാൽ മാത്രം പോരാ, ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകാൻ പാടില്ല. തേർഡ് പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, പർപ്പസ് ക്യാൻ ബി ലെഷർ, ബിസിനസ്, മീറ്റിംഗ്സ് ഓർ മെഡിക്കൽ സർവീസ്. ടൂറിസം പലതരമുണ്ട്, അത് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ പറയും. എന്നാലും ഫോർ ലൈക്ക് ആസ് എ ട്രെയിലർ ഓർ as a small glimpse I can say that there is medical tourism, sports tourism, dark tourism. Here tourism will definitely have a certain purpose. നിങ്ങൾ ഗോവയിലേക്ക് പോവുകയാണെങ്കിൽ ഗോവയിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അതൊരു പർപ്പസ് ആണ്. നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു മീറ്റിംഗ്, ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ അതൊരു പർപ്പസ് ആണ്. പക്ഷെ നിങ്ങൾ ഇതേ യൂറോപ്പിലേക്ക് പോകുന്ന കാരണം നിങ്ങൾ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ക്യാഷ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിക്ക് വേണ്ടി പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് പറയില്ല.
So minimum qualities required to be a tourist is these 3 points. Wouldn't that be called tourism? If it is not, then what is it? This sort of doubt or expression often comes to people while listening, while studying for the first time, or understanding the concept of tourism. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മളെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റ്സും 3 കോൺസെപ്റ്റ് ആണ്, 3 ടേംസ് ആണ്. നമുക്ക് നോക്കാം. First one, students from a school or college visiting parks or a zoo in the morning and returning back in the evening. Second, a person traveling from Trivandrum to Delhi in a train, and after reaching Delhi, he takes an immediate train to Trivandrum. And last, one person goes to America to visit his family or anyone outside the state or country for a few days and stay there. 3 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിലും 3 ടേംസ് പൊളിച്ചു നിൽക്കുന്നുണ്ട്. നമ്പർ 1, ഒരു കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ രാവിലെ പോയി ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നു. ഇത് ടൂറിസം ആണോ അല്ലയോ, ഇത് ടൂറാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഫസ്റ്റ് ടേമിന്റെ ആൻസർ കിട്ടും. So the first activity is called excursion. Excursion എന്ന വാക്ക് നിങ്ങളിപ്പം കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ പോകുന്നത് എന്തായാലും പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ എപ്പോഴെങ്കിലും രാവിലെ പോയി തിരിച്ചു വരുന്നു, നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്, ഒരു സൂവോ അല്ലെങ്കിൽ എവിടേക്കും പോവാണെങ്കിൽ രാവിലെ 9:00 കോളേജ് ബസ് സ്കൂൾ ബസ്സിൽ പിടിച്ച് അവിടെ പോയി നമ്മൾ തിരിച്ചു വരുന്നത് ഒരു 5-6 മണിക്കായിരിക്കും. അത് എക്സ്കർഷനാണ്. ദാറ്റ് ഇസ് നോട്ട് എ ടൂർ, ദാറ്റ്സ് എ പാർട്ട്, you can say somewhat like relates to tourism, but it's called an excursion. Excursion means a short trip that is taken by any group or set of people to a place. It can be for a long distance or a short distance, and the time taken will be below 24 hours or 12 hours. Excursion അകത്ത് വരുമ്പോൾ നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരുന്നുണ്ട്. ജസ്റ്റ് ചിന്തിച്ച് നോക്കുക, നിങ്ങളെ എക്സ്കർഷന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ മോർണിംഗിൽ ഒരു ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ പർപ്പസ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരികയാണ്. നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഇതേ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ ഡോർമെറ്ററിയോ റൂമോ ഉണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നിന്ന് കഴിഞ്ഞ് തിരിച്ച് ഒരു പർപ്പസും ഉണ്ടെങ്കിൽ അത് ടൂറിസ്റ്റ് ആണ്, തെറ്റില്ല. പക്ഷെ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ എക്സ്കർഷൻ ആണ്. എക്സ്കർഷൻ പറഞ്ഞാൽ ഷോർട്ട് ട്രിപ്പ് ടേക്കൺ വിത്തിൻ 12 hours. The purpose is visiting and sightseeing. That is true, but to satisfy the properties or to become a tourist, you need to stay their place for minimum 24 hours. Full day avade oru accommodation irunirikkanam. So the first answer is excursion. A similar term which is connected with excursion is called picnic. Excursion, the term is part of a memory. Picnic is also part of a memory. Excursion and picnic are 2 terms that has played a major role in our life.
നമ്മുടെ ജീവിതത്തിൽ എക്സ്കർഷനും പിക്നിക്കും നമ്മൾ പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടാകും എപ്പോഴെങ്കിലും. നമുക്ക് നോക്കാം എന്താണ് Is there any relation between picnic and excursion? എക്സ്കർഷനും പിക്നിക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ പിക്നിക്കിന്റെ മീനിങ് എന്തോ? ജനറൽ ഫോം. Okay, we'll look into the basic meaning of picnic, and once again I'll be telling you that the terms and definitions, except definitions, terms and meanings are made from my years of learning and my talks. ഇവിടെ കാണുന്ന മീനിങ്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുറത്തുള്ള റിസോഴ്സിൽ ഇൻസ്പിറേഷൻ വന്നിട്ടില്ല, എൻ്റെ മനസ്സിൽ പഠിച്ചു പോയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. സോ പിക്നിക്കും എക്സ്കർഷനും തമ്മിൽ ഇവിടെ ഡിഫറൻസിന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പിക്നിക് എന്താണെന്ന് നോക്കാം. Picnic, in simple, means having snack or food at a scenic location away from where you are with your family and friends on the way of your journey. ഈ സ്ലൈഡിൽ സിമ്പിളായി നമ്മൾ പറയുകയാണെങ്കിൽ പിക്നിക് എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രിപ്പിന് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്കർഷന് പോവുകയാണെങ്കിൽ, നിങ്ങൾ എക്സ്കർഷന് പോകുന്ന വഴിക്ക് നിങ്ങൾ ഒരു കാറിലോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ on the way for travel, like you are seeing a park or a river on the road. നിങ്ങൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു തടാകം അല്ലെങ്കിൽ ഒരു റിവർ ഉണ്ട്, അല്ലെങ്കിൽ ലേക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഉണ്ട്. നിങ്ങൾ നിങ്ങളെ യാത്ര നിർത്തി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണമായിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെൻഡിങ് ടൈം വിത്ത് എ ഫാമിലി നിയർ any natural attraction or beauty, that process is called picnic. എക്സ്കർഷന് പോകുന്ന വഴിക്ക് നമ്മുടെ ബസ് നിർത്തി വെച്ച് ഒരു റിവറിന്റെ സൈഡിലോ ഒരു സീയുടെ സൈഡിലോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലൊക്കേഷന്റെ സൈഡിലോ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പിക്നിക് ആയിട്ട് പറയാൻ പറ്റും അൺഒഫീഷ്യലി. ദിസ് ഇസ് നോട്ട് ദി എക്സാക്ട് മീനിങ്, ബട്ട് ജനറലി സ്പീക്കിംഗ് പിക്നിക് മീൻസ് ഹാവിംഗ് ഫുഡ് while going in an excursion and having food near a scenic location with your family and friends. But if you are going on a journey or a trip or excursion and you are stopping for food and eating a food near a restaurant, a coffee shop or a snack bar, is not termed as picnic. Picnic the basic meaning is if a person or a set of people have snack or meal near a scenic location while going on a journey or on a short trip is called picnic. ഇതാണ് ജനറൽ മീനിങ് എന്ന് പറയുന്നത്. സോ പിക്നിക് പറഞ്ഞാൽ എക്സ്കർഷന് പോകുന്ന വഴിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മീൽ അല്ലെങ്കിൽ ഒരു സ്നാക്ക് കഴിക്കുമ്പോൾ അത് പിക്നിക്കിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. സോ പിക്നിക് ആൻഡ് എക്സ്കർഷൻ ഹാസ് an equal relationship and these are dependent with each other. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ വരുന്നത് the process called traveling and the person who travels is called traveler. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അതും definition compare here. In the definition given by UNWTO, it generally says the activity of a person traveling to and staying in a place for more than 24 hours. If a person travels from Trivandrum to Delhi in a train, he is traveling, that's nice, but after reaching Delhi, does he stay there for 24 hours? No. He takes an immediate train back to Trivandrum. Thus, he is doing the process called traveling. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോസിബിൾ ആണോ അറിയില്ല, പറയുമ്പോൾ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ ബേസ് പറയുകയാണെങ്കിൽ
ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിലേക്ക് വരിക, പോയിന്റ് ബി നിന്ന് പോയിന്റ് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹി ഈസ് എ ട്രാവലർ. ബട്ട് പോയിന്റ് എ നിന്നും പോയിന്റ് ബിയിലേക്ക് എത്തിക്കഴിഞ്ഞ് പോയിന്റ് ബിയിൽ ഒരു ഹിസ്റ്ററിക്കൽ മോണ്യുമെന്റോ അല്ലെങ്കിൽ ഒരു ഫുഡോ കഴിച്ച് ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ച് എയിലേക്ക് വരുമ്പോൾ that is called tourism. Traveling means moving from one place to other, eating food along the travel and talking with the people that the person meets. നമ്മൾ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിലോ AC-ലോ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ആൾക്കാരോട് കാണുന്നു, സംസാരിക്കുന്നു, നമ്മൾ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പർപ്പസിലേക്ക് പോകും. അത് ട്രാവലിംഗ് ആണ്. ട്രാവലർ, എ ട്രാവലർ eats food and tastes food that comes on this path of travel and talk to people on the way of his traveling path. So second activity is called traveling. ഒരാള് ഇവിടുന്ന് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ അത് ട്രാവലിംഗ് ആണ്. ആ മുംബൈയിൽ എത്തിക്കഴിഞ്ഞ ഒരു പർപ്പസ് വേണം. ആ പർപ്പസിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവാൻ പാടില്ല, ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവാം, സൈറ്റ് സീയിങ്ങിന് പോയി കഴിഞ്ഞ് ഒരു 24 മണിക്കൂർ അവിടെ സ്റ്റേ ചെയ്യണം ഒരു റൂമിലോ ഹോം സ്റ്റേയിലോ നിന്ന് കഴിഞ്ഞാൽ ഹി ഈസ് എ ടൂറിസ്റ്റ്. ബട്ട് traveler is a person who travels from one place to the other. ശ്രദ്ധിച്ച് കേൾക്കണം. Traveler is a person that moves from one place to the other. His main purpose is to cover the distance. ഒരു ടൂറിസ്റ്റും ട്രാവലറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് പറഞ്ഞാൽ ടൂറിസ്റ്റ് is a traveler, but all travelers can never be tourists because ഒരു ടൂറിസ്റ്റിന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പർപ്പസ് വരുന്നത് അവിടെ സ്റ്റേ ചെയ്യലാണ്. ട്രാവലേഴ്സ് എല്ലാവരും ടൂറിസ്റ്റ് ആവണമെന്നില്ല, കാരണം അവരുടെ മെയിൻ പർപ്പസ് മോണിറ്ററി ബെനിഫിറ്റ് ആവാം. നമ്മളിപ്പം ഒരു ജോലി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ വി ആർ ട്രാവലിംഗ്. നിങ്ങളിപ്പം നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് ഒരു 2 ദിവസത്തേക്ക് മാറി നിന്ന് ഗോവയ്ക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈദരാബാദ് പോവുകയാണെങ്കിൽ സൈറ്റ് സീയിങ്ങിന് പോവുകയാണെങ്കിൽ യു ആർ എ ടൂറിസ്റ്റ്. ഇതാണ് ബേസിക് ഡിഫറൻസ് വരുന്നത്. So second activity is called traveling. And the last answer to the statement is visiting or a visitor. Tourism glossary എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസം ഗ്ലോസറി ഉണ്ട്. ഗ്ലോസറി മീൻസ് ലിസ്റ്റ് ഓഫ് ടേംസ് ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വിസിറ്റർ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് അവേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന് മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും വിസിറ്റേഴ്സ് അവേഴ്സ് ആർ അപ് ടു 7:30 PM. ഇത് കാണാൻ പറ്റും. സോ വിസിറ്റർ, ആരാണ് വിസിറ്റർ? The third statement clearly states that a person from India is going to America to visit his family or friends or known place and stays there. That is called visiting and he is a visitor. ഒരാൾ അയാളുടെ വീട്ടുകാരോ ആരെങ്കിലുമാണ് പുറത്തുനിന്ന് വിചാരിക്കുന്നത്. ഇപ്പം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോവാണ്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരെയും അറിയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു റൂമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലേസ് ഓഫ് സ്റ്റേ വിസിറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് അയാൾ നിൽക്കുകയാണെങ്കിൽ അയാളെ വിസിറ്ററായി പറയും. ഇത് തന്നെ ഒഫീഷ്യൽ ടേംസിൽ പറയുന്ന കാര്യം. A visitor, a person can be said as a visitor when he stays from an outside environment for less than 1 year. ശ്രദ്ധിക്കുക, ടൂറിസ്റ്റ് അല്ലെങ്കിൽ ടൂറിസം കണ്ടക്ട് ചെയ്യണമെങ്കിൽ നോട്ട് മോർ ദാൻ 1 year എന്നാണ് പറയുന്നത്. 1 ഇയറിന്റെ മാക്സിമം ഒരു ഇയർ ആണ്. മാക്സിമം നോട്ട് മോർ ദാൻ 1 കോൺസിക്യൂട്ടീവ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിസിറ്റർ ആണെങ്കിൽ ലെസ് ദാൻ 1 year. 1 ഇയറിന് അപ്പുറത്ത് പോകാൻ പാടില്ല, വിസിറ്റർ ആയി പറയില്ല. ഇത് ഒഫീഷ്യലി കൺഫേംഡ് ആണ്. സോ തേർഡ് ആക്ടിവിറ്റി ഇസ് സെഡ് ആസ് വിസിറ്റർ.
നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളിപ്പം ഫ്രം Kerala to going to Dubai or going to Middle East to visit someone you know, there is a place there where you can stay and keep in touch with people. ടൂറിസ്റ്റ് അങ്ങനെയല്ല. ടൂറിസ്റ്റ് പോകുമ്പോൾ അയാളെ വീട്ടിൽ നിന്നും മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ അയാൾ യൂസ് ചെയ്യുന്നത് അക്കോമഡേഷന് 5-star ഹോട്ടൽസ് യൂസ് ചെയ്യും, ഹോം സ്റ്റേസ് യൂസ് ചെയ്യും. വിസിറ്റേഴ്സ് അങ്ങനെയല്ല. നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും ഉണ്ടാകാം. പിന്നെയും പറയാം, അങ്ങനെ പോകുന്ന ആള് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാണെങ്കിൽ അയാൾ ചെയ്യുന്നത് ടൂറിസമായി പറയാൻ പറ്റില്ല. കാരണം മിനിമം 24 hours ആകുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ. സോ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് കോൾഡ് വിസിറ്റിംഗ്. So we have currently concluded our small presentation about the term tourism. This is just a simple point, a simple term which is highlighting the word tourism. നമ്മൾ ടൂറിസത്തിലേക്ക് കിടന്നിട്ടില്ല. നമ്മൾ ടൂറിസം എന്താണെന്നുള്ള ജനറൽ ഫോമില് കുറച്ച് കിടന്നിട്ടുണ്ട്. Okay, so in the coming videos, if we are creating one, we'll be having lessons and discussions on features of tourism and types of tourism. Thank you for watching this presentation. This is the first official presentation in an online class. This is just a beginning. There are mistakes, there are problems there, like clarifying mistakes are there. അപ്പോൾ കാണുന്ന പ്രസന്റേഷനിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇത് ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ പ്രസന്റേഷൻ ആണ്. ടൂറിസത്തിൽ ഇങ്ങനെ മലയാളത്തിൽ സംസാരിച്ച് ഉള്ള ക്ലാസ്സുകൾ കുറവാണെന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ, ടൂറിസം പഠിക്കുന്നവരുണ്ടെങ്കിൽ, ടൂറിസം സബ്ജക്റ്റായി എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ടൂറിസം എന്നുള്ള ടോപ്പിക് പ്രസന്റേഷൻ ഒരിക്കലും പോകാൻ പോകുന്നില്ല. ടൂറിസം ദിവസം കൂടുന്നവരും അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. Currently, if any crisis we are facing, if we are facing a crisis now, tourism will come up from it. Okay, so thank you for watching us, and kindly look into our presentation and please comment if you like the presentation. And thank you all for listening to my 2-part small presentation. Thank you.